ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോർസ കൊച്ചി മലപ്പുറം FC പോരാട്ടത്തോടു കൂടി സെപ്റ്റംബർ 7-നാണ് സൂപ്പർ ലീഗ് കേരളയുടെ പ്രാരംഭ സീസൺ കൊച്ചിയിൽ ആരംഭിച്ചത്. ആദ്യ മത്സരത്തിൽ ഏകപക്ഷീയമായ 2 ഗോളിനാണ് ഫോർസ കൊച്ചിയെ മലപ്പുറം FC പരാജയപ്പെടുത്തുന്നത്. രണ്ടാം മത്സരം ഇന്നലെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലായിരുന്നു. 1-നെതിരെ 2 ഗോളുകൾക്ക് കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ മാജിക് FCയെ പരാജയപ്പെടുത്തി. ഇന്ന് കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കാലിക്കറ്റ് ഹീറോസും തിരുവനന്തപുരം കൊമ്പൻസും തമ്മിൽ നടന്ന മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. നമുക്കറിയാം, പ്രാരംഭ സീസണിൽ 6 ടീമുകളാണ് സൂപ്പർ ലീഗ് കേരളയിൽ പങ്കെടുക്കുന്നത്. നിലവിൽ പോയിന്റ് ടേബിളിൽ മലപ്പുറം FC തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. എന്തായാലും എല്ലാ ടീമുകളും ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ലീഗിന് ഗുണം ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ ലീഗ് കേരള സൂപ്പറായി തുടങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആദ്യ മത്സരത്തിൽ നമുക്കറിയാം, മലപ്പുറം FCയുടെ ധാരാളം ആരാധകരാണ് കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്ത് പോയത്. ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മലപ്പുറം FC ഫോർസ കൊച്ചിയെ പരാജയപ്പെടുത്തിയപ്പോൾ ഗാലറിയിൽ ധാരാളം മലപ്പുറം FC ആരാധകരെ നമ്മൾ കണ്ടതാണ്. രണ്ടാം മത്സരം ഇന്നലെ കണ്ണൂരും അതുപോലെ തൃശൂർ മാജിക്കും തമ്മിലായിരുന്നു. ആവേശകരമായ പോരാട്ടമാണ്. തൃശൂർ ആദ്യമായി ഗോൾ സ്കോർ ചെയ്തിരുന്നു. രണ്ടാം പകുതിയിൽ കണ്ണൂർ വാരിയേഴ്സിന്റെ ശക്തമായ തിരിച്ചുവരവാണ് കണ്ടത്. കൂടാതെ ഇന്ന് കാലിക്കറ്റ് ഹീറോസും തിരുവനന്തപുരം കൊമ്പൻസും തമ്മിൽ നടന്ന മത്സരവും ആവേശകരമായിരുന്നു. നിലവിൽ ലീഗിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ട്രാവലിംഗ് ഫാൻസ് എന്നത് ഏതൊരു ലീഗിനും ഗുണം ചെയ്യും. അത് മാത്രമല്ല, ക്വാളിറ്റി ഫുട്ബോളും. നിലവിൽ ഇന്നലെ വയനാട് സ്റ്റേഡിയത്തിലൊക്കെ നടന്ന മത്സരം വളരെ ആവേശകരമായിരുന്നു. അത് മാത്രമല്ല, ലീഗിലെ 3 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ശരാശരിക്കും മുകളിൽ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നു എന്നത് സൂപ്പർ ലീഗ് കേരളക്ക് ഗുണം ചെയ്യും. എന്തായാലും ഇനി മലപ്പുറം FCയുടെ മത്സരം വരുന്നുണ്ട് ശനിയാഴ്ച സെപ്റ്റംബർ 14-ന്. കൊച്ചിയിൽ കണ്ടതിനേക്കാൾ വലിയൊരു കാഴ്ചയായിരിക്കും ശരിക്കും മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ കാണാൻ പോകുന്നത്. എന്നാലും സൂപ്പർ ലീഗ് കേരള സൂപ്പറായി തന്നെ തുടങ്ങിയിരിക്കുന്നു. സൂപ്പർ ലീഗ് കേരള ശരിക്കും കളറായിട്ടുണ്ട്. നിലവിൽ 3 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ മലപ്പുറം FC തന്നെയാണ് നിലവിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത്. എന്തായാലും